ബീഹാറിൽ എൻഡിഎയുടെ ലാൻഡ് സ്ലൈഡ് വിക്ടറി നമ്മൾ കാണുമ്പോൾ മഹാസഖ്യത്തിന്റെ കനത്ത പരാജയവും കനത്ത വീഴ്ചയുമാണ് കാണുന്നത്. സായ്കുമാർ കൂടി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സായ്കുമാർ, വോട്ട് ചോരി അത് വലിയ രീതിയിൽ പ്രചാരണ ആയുധമാക്കിയിരുന്നു. വോട്ടെടുപ്പിന്റെ തലേ ദിവസവും രാഹുൽ ഗാന്ധി വോട്ടുകൊള്ള ആരോപണവുമായി രംഗത്തെത്തിയതാണ്, വാർത്താ സമ്മേളനം ഉൾപ്പെടെ നടത്തിയതാണ്. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല, അതൊന്നും ബീഹാറുകാർക്ക് ഒരു വിഷയമേ ആയിരുന്നില്ല എന്ന് വേണം വിലയിരുത്താൻ, അല്ലേ? ഇനിയിപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. തേജസ്വി യാദവും തന്റെ പ്രചാരണ വേളയിൽ വോട്ടുചോരിയെക്കുറിച്ച് വലുതായൊന്നും പരാമർശിക്കുന്നത് നമ്മൾ കണ്ടിരുന്നില്ല. തീർച്ചയായും വിനീത, കോൺഗ്രസ് എന്തായാലും അവരുടെ ഒരു പ്രധാനപ്പെട്ട ആയുധമായി രാജ്യവ്യാപകമായി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണശാലയായി അവർ കണ്ടതും ബീഹാറിൽ തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. വലിയൊരു ബോംബ് എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പക്ഷെ അപ്പോഴും അത് ബീഹാറിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളൊരു പ്രതീക്ഷ രാഹുലിനും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും ഹരിയാനയിൽ നടന്നതുപോലെ ഒരുപക്ഷെ ബീഹാറിലും നടന്നിരിക്കാം എന്ന് രാഹുൽ ഗാന്ധി മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ബീഹാറിൽ ഈ വിഷയം ഒരു വിഷയമേ ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ വോട്ട് ചോരി യാത്ര സമയത്ത് രാഹുലിൻ്റെയും തേജസ്വിയുടെയും റാലികളിലേക്ക് ഒഴുകിയെത്തിയ ആളുകൾ എന്തുകൊണ്ട് വോട്ടായി മാറിയില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസിനും RJDക്കും ഉള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്ക് നോക്കുമ്പോൾ അങ്ങേയറ്റം പരിതാപകരമാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്നുള്ളത്. 2 സീറ്റാണ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകുന്ന വിവരം. മുന്നിലുള്ള സീറ്റ്, അതായത് സംസ്ഥാനത്തെ ഏറ്റവും പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ബീഹാർകാർ സ്വാഭാവികമായും നിതീഷ് അവിടെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, അതൊക്കെ തന്നെയാണ് ബീഹാറുകാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത്. അതെല്ലാം വോട്ട് ചോരി അടക്കമുള്ള ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ വിഷയങ്ങൾ വലിയ രീതിയിൽ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടില്ല, ഒട്ടും തന്നെ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അപ്പോഴും ഇന്ത്യ സഖ്യം നേതാക്കളും ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കളിച്ച കളിയാണ് ഇത്. ഇതിൽ മാൻ ഓഫ് ദി സീരീസ് ആയി മാറുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നതടക്കമുള്ള പോസ്റ്റുകളാണ് എക്സിലടക്കം ഇപ്പോൾ കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വോട്ട് ചോരി എന്നുള്ള ആരോപണം ഇനി ബീഹാർ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കടുപ്പിക്കാൻ തന്നെയായിരിക്കും കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ശ്രമം. പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സീറ്റ് നില എന്നുള്ളത് അങ്ങേയറ്റം പരിതാപകരമാണ് വിനിത. അതെ, അങ്ങേയറ്റം പരിതാപകരമായ നിലയിലാണ് കോൺഗ്രസ് ഉള്ളത്. അപ്പോൾ ഇനി ബീഹാറിൽ വോട്ടുകൊള്ള എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം രക്ഷപ്പെടാനാകുമെന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. ഏതായാലും ബീഹാർ